നമുക്കിന്നൊരു ഫേസ് പാക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ വെയിലൊക്കെ കൊണ്ട് ടാനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നൊരു ഫേസ് പാക്കാണ്. ഞാനിത് ഓൾറെഡി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്ത പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ പോയി നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു സ്പൂണ് 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചായപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലോട്ട് അതേ സ്പൂണിന് തന്നെ 1 സ്പൂൺ കാപ്പിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായി തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ചായപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെ ഒക്കെ കറ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മളിത് അടുപ്പത്തോട്ട് വെച്ചൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച കപ്പിന് ഒരു 1/2 കപ്പ് ആവുന്ന രീതിയിൽ നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തിട്ട് അതൊന്ന് ഞാൻ കുറച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഗോതമ്പ് പൊടി. അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അത് ഞാനൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് കിട്ടും. അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു ഫേസ് പാക്ക് കൂടെയാണ് കേട്ടോ അത്. എനിക്ക് എൻ്റെ മുഖത്തുള്ള ടാനും കാര്യങ്ങളൊക്കെ മാറാൻ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഐറ്റം കൂടെയാണ്. അപ്പോൾ ഇനി നമുക്കിത് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊരു സംഭവം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഫുൾ റിസൾട്ട് കിട്ടണം എന്നില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു റിസൾട്ട് കിട്ടിയാലും അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാം. അതായത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പാക്കൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതാ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം പാക്കൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈ നനച്ച് കൊടുത്തിട്ട് നമ്മുടെ ഡ്രൈ ആയ പാക്കിൽ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ പാക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഡ്രൈ ആയിരിക്കണമെങ്കിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് അത് കുറേ കൂടെ ഡാമേജ് വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇത് പറ്റുന്ന സമയത്തൊക്കെ ചെയ്യുക. വീക്കിലി ട്വൈസോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ള സമയത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടാനൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓക്കെ ആവാനും അതുപോലെ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളും മുഖത്തിട്ടുള്ള പാടുകളൊക്കെ ഒന്ന് കുറഞ്ഞ് മങ്ങി കിട്ടാനൊക്കെ ഈ ഒരു പാക്ക് അത്യാവശ്യം നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനൊരു കോട്ടൺ തുണി നനച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ തുടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ടൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ടാന് വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.